മാസമായി ഒരു മാസം, നിനക്കൊരാഴ്ചയായി ഒരു ആഴ്ച, നിനക്കൊരു ദിവസമായി ഒരു ദിവസം, ഒരു മണിക്കൂറായി ഒരു മണിക്കൂർ, ഒരു മിനിറ്റായി ഒരു മിനിറ്റ്, ഒരു സെക്കൻഡായി നിനക്ക് തോന്നുന്ന കാലഘട്ടം എത്തിയാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഹബീബായ റസൂലുള്ളാഹി ശരിയല്ലേ? ഇന്ന് നേരം വെളുത്ത് എന്താ ചെയ്തത്? വൈകുന്നേരമായി. ഒന്നും ചെയ്തിട്ടില്ല. യാസീൻ പോലും ഓതാത്ത ഒരു കൂട്ടത്തിലുണ്ടാവും. ഒരു ഇതാവക്കാത്ത സൂറത്ത് ഓതാൻ പോലും സമയം കിട്ടിയിട്ടുണ്ടാവില്ല. സൂറത്തുൽ മുൽക്ക് ഓതാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ചില ആളുകൾ പറയുന്നത് കേൾക്കാം, ഉമ്മമാര് തന്നെ പറയും, സുബ്ഹാനല്ലാഹ്, ഔറാദ് കിതാബ് എടുത്തു വെച്ചതുള്ളൂ, ഓതാൻ പറ്റിയിട്ടില്ല, അതിനു മുമ്പ് നേരം വെളുത്തു പോയി, അതിനു മുമ്പ് സമയം കഴിഞ്ഞു പോയി, പഴയതുപോലെ ഓതൽ നടക്കുന്നില്ല. കാരണം എന്താ? സമയങ്ങൾ ചുരുക്കപ്പെട്ടു പോയി, അമലിനുള്ള സമയങ്ങൾ ചുരുക്കപ്പെട്ടു പോയി. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇങ്ങനെ പോയിട്ട് അവസാനം എത്തുമ്പോഴോ, ലോകാവസാനത്തിന്റെ തലേന്ന് രാത്രി, തതൂലുൽ ലൈലത ഖദ്റ ലൈലത്തിൻ, അന്നത്തെ രാത്രി 2 രാത്രിയുടെ ദർഘത ഉണ്ടാകും. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞ അന്ന് രാത്രിയിൽ എല്ലാവരും നേരം വെളുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അതാ നേരം വെളുത്തു. അന്നൊരു വെള്ളിയാഴ്ചയാണ്. സൂറന്ന കാഹളത്തിന്റെ ഊത്തുവരും, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും. മുഹമ്മദ് റസൂലുള്ളാഹി. ഭയങ്കര സംഭവമല്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സൂറെന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ് സ്വഹാബാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു അനുയായി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ജാറബിയുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു അറാബിയായ മനുഷ്യൻ വന്നുകൊണ്ട് ലോകത്തിന്റെ നായകനോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ, സൂറെന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ? സൂറിനെ കുറിച്ചൊന്ന് പറയണേ റസൂലേ. فقال رسول الله صلى الله عليه وسلم, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ സൂറിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. ഹുവ ഖർനും മിൻ നൂർ, ഹുവ ഖർനും മിൻ നൂർ, അത് പ്രകാശത്താലുള്ള കുഴലാണ് സ്വഹാബാ, പ്രകാശത്താലുള്ള കുഴലാണ് സ്വഹാബാ. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവേതൊരു തമ്പുരാന്റെ കൈകളിലാണോ ആ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ലോകത്തിന്റെ നായകൻ ഉറപ്പെടുത്തുകയാണ്. വഅളമു ദാഇറത്തിൽ ഖർൻ, ആ സൂറിന്റെ വലിപ്പമുണ്ടല്ലോ, അതിന്റെ വ്യാസമുണ്ടല്ലോ, അതിന്റെ നീളമുണ്ടല്ലോ, ഏഴാനാകാശത്തിന്റെ മുകൾ തട്ട് മുതൽ 7-ാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ള കുഴലാണ് സൂറെന്ന് ഹബീബായ റസൂലുള്ളാഹി. 7-ാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ 7-ാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ള ഒരു കുഴലാണ് സൂർ എന്ന് പറയുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്കണേ സഹോദര, ചിന്തിച്ചു നോക്കണേ ഉമ്മ. 16,15,15,000 കിലോമീറ്ററുകൾ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യൻ 1-ാം ആകാശത്തിന്റെ ചുവട്ടിലെന്ന് ശാസ്ത്രലോകം നിരീക്ഷണം നടത്തുമ്പോ 7-ാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ 7-ാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ള കുഴലാണ് സൂറെന്ന കാഹളമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അപ്പൊ അതിലൂടെ ഒന്ന് ഊതിയാല് ആരെങ്കിലും വിട്ടുപോവോ? പോകോ ഇല്ലയോ? ഇല്ല, ഒരൊറ്റ ഒരാൾ വിട്ടുപോല. കാരണം 7-ാം ആകാശത്തിന്റെ മുകളിൽ തൊട്ട് മുതൽ 7-ാം ഭൂമിയുടെ അടിത്തട്ട് വരെയാണ്. ഒരൊറ്റ ഊത്തിലൊക്കെ പെടും. പ്രകാശത്താലുള്ള കുഴലാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലമ്മാ ഫറഗല്ലാഹു തആല മിന ഖൽഖിസ് സമാവാതി വൽ അർള് ഖലഖസ്സൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമതായി സൃഷ്ടിച്ചത് ഖലഖസ്സൂർ, സൂറെന്ന കാഹളത്തെയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കാരണം ഈ ആകാശത്തെ തകർക്കാൻ സൂർ വേണം,
അനന്തകോടി നശ്രത്ത താരകങ്ങളിലെയോ ആകാശത്ത് മിന്നി തിളങ്ങുന്ന നശ്രത്ത താരകങ്ങളെ തകർക്കാൻ ഈ സൂറ കൊണ്ടേ സാധിക്കുകയുള്ളൂ. ഈ ചന്ദ്രനെ തകർക്കാൻ, ഈ സൂര്യനെ തകർക്കാൻ, ഈ ഭൂമിയെ തകർക്കാൻ, ഇതിലുള്ള സർവ്വജീവജാലങ്ങളെയും തകർക്കാൻ ഈ സൂറ കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ച് മൂന്നാമതായി അള്ളാഹു സൃഷ്ടിച്ചത് സൂറിനെയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. സൂറെന്ന കാഹളത്തെയാണ് മൂന്നാമതായി അള്ളാഹു സൃഷ്ടിച്ചത്. സുബ്ഹാനല്ലാഹ്. അതിലൂടെയാണ് ഊതുക. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്ത് വരിക അതിലൂടെയാണ്. ആർക്കെങ്കിലും കേൾക്കാതെ പോവോ? ഇല്ല. അതാണ് അതിന്റെ ഭീകരത. ഖുർആൻ പറയാണ് സൂറത്തുൽ ഹജ്ജിന്റെ തുടക്കത്തിൽ. ഭയങ്കരമാണ്. നമുക്കത് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. എല്ലാവർക്കും മരണമുണ്ട് എന്നതിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്ന ആശയം. അതിന്റെ തുടക്കമെന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഒന്നാമത്തെ ഊത്തിലൂടെ ഉണ്ടാകുന്ന ഭീകരത നഫ്ഖത്തുൽ ഫസ്അ്, സർവ്വജനങ്ങളെയും പേടിപ്പിക്കാനുള്ള ഊത്താണത്. ഒക്കെ പേടിച്ചു ആ ഊത്തിലൂടെ. സൂറത്തുൽ ഹജ്ജിന്റെ ആമുഖം അല്ലാഹു ഓർമ്മപ്പെടുത്താൻ. അവിടെ ഖുർആനായത്തും ഹദീസുമാണ്. നല്ലതുപോലെ ശ്രദ്ധിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. യാ അയ്യുഹൻ നാസു തഖൂ റബ്ബകും ഇന്ന സൽസലതസ് സാഅതി ലശൈഉൻ അളീം. യൗമ തറൂനഹാ تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله لشديد. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അല്ലയോ മനുഷ്യകുലമേ, മാനവ സമൂഹമേ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ പേടിക്കണേ, ഭയപ്പെടണേ. നോമ്പിനെ കുറിച്ച് അല്ലാഹു ഓർമ്മപ്പെടുത്തുമ്പോൾ ഖുർആനിലൂടെ അല്ലാഹു വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം. വിശ്വാസികളെ സകാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴും വിളിച്ചത് അല്ലയോ വിശ്വാസികളെ. നമസ്കാരത്തെ കുറിച്ച് പറയുമ്പോഴും വിളിക്കുന്നത് അല്ലയോ മുഅ്മിനീങ്ങളെ. എന്നാൽ ലോകാവസാനത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു വിളിക്കുന്നത് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യകുലമേ, മാനവ സമൂഹമേ. കാരണം ഈ ലോകത്തുള്ള സർവ്വസൃഷ്ടികളെയും ബാധിക്കുന്നതാണ് ലോകാവസാനം. ഖിയാമത്ത് നാൾ സർവരെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് മനുഷ്യകുലമേ, മാനവ സമൂഹമേ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ പരിപാലകനായ സംരക്ഷകനായ പടച്ച റബ്ബിനെ നിങ്ങൾ പേടിച്ച് ജീവിക്കണേ. അവനെ തഖ്വ വെക്കണേ. എന്തുകൊണ്ടെന്നറിയുമോ? ഇന്ന സൽസലതസ് സാഅ ലശൈഉൻ അളീം. തീർച്ചയായും ലോകാവസാനം അതൊരു വല്ലാത്ത സംഭവമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു തന്നെ പറയാൻ ലോകാവസാനം വലിയൊരു സംഭവമാണ്. അല്ലാഹു തന്നെ പറയാൻ ലോകാവസാനം ഒരു സംഭവമാണ്. അപ്പൊ ചിന്തിച്ചു നോക്കണം. സാധാരണ നമ്മൾ പറയുന്നവരല്ല. നമ്മൾ പറയണം മച്ചമ്പാടി ഉറൂസ് ഒരു സംഭവമാണ്. നമ്മൾ പറയണം നമ്മുടെ വാക്ക്. അതൊരു കാര്യപ്പെട്ട ഒരാൾ പറയുമ്പോൾ ഒന്നുകൂടി സ്ഥാനം കൽപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ലോകാവസാനം ഒരു സംഭവമാണ്. അപ്പൊ അത് സംഭവം തന്നെയാണ്. ഇന്ന സൽസലതസ് സാഅ ലശൈഉൻ അളീം. വിശുദ്ധ ഖുർആനാണ്. ഒരുപാടുണ്ട് അത് വിശദീകരിക്കാൻ. ഒരുപാട് ആയത്തുകൾ ലോകാവസാനം സംബന്ധിച്ച് ഒരുപാട് ആയത്തുകൾ, എത്രയോ സൂക്തങ്ങൾ, ഇൻഫിതാർ, ഇൻശിഖാഖ്, എത്രയോ സൂക്തങ്ങൾ അതുമായി ബന്ധപ്പെട്ടതുണ്ട്. ഒരുപാടുണ്ട്. ഞാനും വരാനില്ല, എല്ലാവരും എത്തിയിട്ടുണ്ട്. കബൂലാക്കട്ടെ. ഞാനും വരുന്നില്ലല്ലോ, എല്ലാവരും എത്തിയില്ലേ? നടത്താൻ പറ്റും. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ.
എല്ലാവരും നല്ല രീതിയിൽ കാര്യക്ഷമമാക്കി അള്ളാഹു നമ്മുടെ സ്വതക്കയെ സ്വീകരിക്കുമാറാവട്ടെ. നല്ല നിയ്യത്ത് വെച്ചിട്ട് ആഖിബത്ത് നന്നാവണം. പഴയ കാലഘട്ടങ്ങളിൽ അങ്ങനെയായിരുന്നു. എത്ര ദുആ ചെയ്യിപ്പിക്കുമ്പോഴും കാരണവന്മാർക്ക് ഉസ്താദുമാരോട് ഖാദിമാരോട് ഒക്കെ പറയാനുള്ള പ്രാർത്ഥന അതാ, ഉസ്താദിന്റെ ആഖിബത്ത് നന്നാകണം, അന്ത്യം നന്നാകാൻ ദ്വാരക്കണം. എന്നാൽ അതൊന്നുമില്ല. ഇന്ന് 75 വയസ്സുണ്ടാവും, അപ്പോഴും പറയും ഉസ്താദേ ബിസിനസ് ഒന്ന് റാഹത്താകണം, ഒരു പെണ്ണും കൂടി കെട്ടണം, ഉസ്താദൊന്ന് ദ്വാരക്കണം, റാഹത്താകണം. അതാണ് അപ്പോഴും ദ്വാ, അതാണ് പരിപാടി. ദുനിയാവ് എപ്പോഴും ലക്ഷ്യം, ആഖിറവും ഇല്ല. അതുകൊണ്ട് നല്ല നിയ്യത്തിന് കൊടുക്കില്ല, അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. നല്ല നിയ്യത്തിന് കൊടുക്കിൻ, അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, ആഖിബത്ത് നന്നാക്കി തരുമാറാവട്ടെ, എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാവട്ടെ, അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ, മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളിലും ആബിദീങ്ങളിലും ഹാഫിദീങ്ങളിലും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ദുനിയാവിലും ആഖിറത്തിലും അവരെയും നമ്മയും അള്ളാഹു സർവ്വ വിപത്തുകളിൽ നിന്ന് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പരീക്ഷ എഴുതിയ മക്കളുണ്ട്, എഴുതുന്നവരുണ്ട്, അള്ളാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉന്നതമായ കലാലയങ്ങളിൽ നിന്ന് ബിരുദം കരഗതമാക്കി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാക്കി അള്ളാഹു നമ്മുടെ മക്കളെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ശ്രദ്ധിച്ചോ, ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ അതൊരു സംഭവം തന്നെയാണ്. വിശുദ്ധ ഖുർആൻ പറയാം, മുല കൊടുത്തുകൊണ്ടിരിക്കുന്നതാകുന്ന ഉമ്മമാര് തന്റെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കുട്ടികളെ ദൂരേക്ക് വലിച്ചെറിയും അതിന്റെ ഭീകരമാകുന്ന ശബ്ദത്തിനാലെന്ന് വിശുദ്ധ ഖുർആൻ. തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മ അർളഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. ഗർഭിണികളാകുന്ന ഒട്ടകങ്ങൾ, ഗർഭിണികളാകുന്ന സഹോദരിമാർ ഭീകരമാകുന്ന ഒന്നാമത്തെ ആ ശബ്ദ കോലാഹലത്തിൽ തന്നെ പ്രസവിച്ചു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. ഗർഭമലസി പോകും, പ്രസവിച്ചു പോകാൻ. എന്താണ് അപ്പൊ ശബ്ദത്തിന്റെ ഒരു രംഗം? ഒരു നാട്ടിലുള്ള പച്ചമ്പള്ളിയിലുള്ള ഭാഗത്തുള്ള മാത്രമല്ല, നമ്മുടെ ഈ നാട്ടിലുള്ള മാത്രമല്ല, ലോകത്തുള്ള എല്ലാവരുടെ അവസ്ഥ ഏതാണ്? ഒറ്റ അടിക്ക് ആ ശബ്ദത്തോടുകൂടി ഒക്കെ പ്രസവിച്ചു. സമയം എത്തുന്നതിന് മുമ്പ് പ്രസവിച്ചു പോകും, സമയം എത്തിയിട്ടല്ല. ഖുർആൻ പറയാൻ വതലഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. ജനങ്ങൾ ലക്കും ലഗാനുമില്ലാതെ ഓടുകയാണ്. കള്ളു കുടിച്ചിട്ട് ഓടുന്നത് പോലെ തോന്നും, കള്ളു കുടിച്ച് മതോന്മത്തനായവരെ തോന്നും. പക്ഷേ അള്ളാഹുവിന്റെ ശിക്ഷയെ ഓർത്തിട്ടാണ് അവർ ഓടുന്നതെന്ന് വിശുദ്ധമായ ഖുർആൻ. അന്നാണ് എല്ലാവർക്കും തിരിച്ചറിവുണ്ടാകുക. അതുവരെ ഇങ്ങനെ കളിച്ച് രസിച്ച് ഇങ്ങനെ നടക്കും, ദുനിയാവിന്റെ പിറകെ പോകും. എത്ര വാല് കേട്ടാലും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് രണ്ടാമത്തെ ഊത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. അതിന്റെ ഭീകരത, ഒന്നാമത്തെ ഊത്തിന്റെ ഭീകരത ഒന്നും നമ്മളിപ്പോൾ പറയുന്നില്ല, ഞാനതാ പറഞ്ഞത്. അതുമായി നമുക്കൊരു പിന്നീട് പറയാം, അതിന് വേറെ വിഷയമാണ്, കുറെ പറയാനുണ്ട് അതുമായി. രണ്ടാമത്തെ ഊത്തങ്ങോട് ഊതുകയാൻ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടയിലുള്ള ദൈർഘ്യത 40 സനത, 40 വർഷമാണ്, 40 കൊല്ലമാണ്. 40 വർഷം കഴിയും ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ ഊത്തിലേക്കുള്ള ദൈർഘ്യത. മനസ്സിലാക്കണം, 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് അടുത്ത ഊത്ത് വരിക. അതുവരെ എന്താ ഉസ്താദേ? അതുവരെ പേടിച്ച് നിലകൊള്ളൽ തന്നെ, ഓടലോടെ ഓട്ടം. ഈ ദുനിയാവിൽ ചിലപ്പോൾ 10 കൊല്ലമായിരിക്കും ജീവിച്ചിട്ടുണ്ടാകുക, എന്നാലും മഹ്ശറിയുടെ ഭീകരത, ലോകാവസാനത്തിന്റെ ഭീകരത 40 കൊല്ലം നിലനിൽക്കും. ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടയിലുള്ള ദൈർഘ്യത 40 കൊല്ലം. അത് കഴിയുമ്പോൾ രണ്ടാമത്തെ ഊത്ത് വരെ സൂറത്തു സുമർ അല്ലാഹു സുബ്ഹാനഹു വ തആല 2-3 ഊത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ. രണ്ടാമത്തെ ഊത്തിന് ഫത്ഹു സഅഖ്, സർവ്വജനങ്ങളെയും മരിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്താണ്. ഒറ്റ ഊത്തിലൂടെ തീർക്കാണ് എല്ലാവരും. അതാണ് നമ്മുടെ വിഷയം. നല്ലതുപോലെ ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനുഫിഖ ഫിസ്സൂർ ഫസയഖ മൻ ഫിസ്സമാവാത് വമൻ ഫിൽ അർദ് ഇല്ലാ മാ ശാ അല്ലാഹ് ثم نفخ فيه أخرى فإذا هم قيام ينظرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞ് 40 കൊല്ലത്തോളം ജനങ്ങൾ ഭീതിയിലായി നിലകൊള്ളുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ഊത്ത് ഊതാൻ വേണ്ടി പറയുകയാണ്. വനുഫിഖ ഫിസ്സൂർ. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിലൂടെ രണ്ടാമത്തെ ഊത്തങ്ങോട് ഊതുകയാണ്.
ഇസ്രാഫീൽ അലൈഹി ഇസ്ലാം ഇത് വായിലിങ്ങനെ ഘടിപ്പിച്ച് കാത്തു നിൽക്കുക, ഊതാൻ വേണ്ടി റെഡിയായിട്ട്. എപ്പോ വേണമെങ്കിലും റെഡിയാണ്, അതിനുവേണ്ടി കാത്തു നിൽക്കുക. ഇപ്പോഴും ഈ സമയത്തും ഇസ്രാഫീൽ അലൈഹി ഇസ്ലാം സൂറന്ന കാഹളത്തിൽ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. അള്ളാഹ് പറയാൻ കാത്തിരിക്കുക. ഹദീസുണ്ട്, ഞാൻ വെറുതെ പറയല്ല, ഹദീസാണ്. നബി തങ്ങൾ പറഞ്ഞതാണ്. 1400 വർഷം മുമ്പ് നബി തങ്ങൾ പറഞ്ഞു വെച്ചു. كيف تعمو وصاحب القرن قد التقم القرنا وهوى جبهته وصغى سمعه إلى العرش متى يؤمر بالنفخة. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, എങ്ങനെയാണ് ആസ്വദിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ഭക്ഷണം കഴിക്കാൻ കഴിയുക സഹാബ, എങ്ങനെയാണ് ആസ്വദിച്ചുകൊണ്ട് കുടിനീരിറക്കാൻ കഴിയുക സഹാബ. വസാഹിബുൽ ഖറൻ, സൂറന്ന കാഹളത്തിന്റെ ഉടമസ്ഥനായ ഇസ്രാഫീൽ, ഖദിൽ തഖമൽ ഖറന, സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. വഹവാജബതഹു, തന്റെ നെറ്റിത്തടം പടച്ച റബ്ബിനോടുള്ള വിനയം നിമിത്തമായി താഴ്ത്തി വച്ചിരിക്കുകയാണ്. എന്നാൽ അർശിന്റെ ഉടമസ്ഥനായ പടച്ച റബ്ബിലേക്ക് തന്റെ കർണപുടത്തേക്ക് സാഗൂതം ശ്രദ്ധ ചെലുത്തിയിരിക്കുകയാണ്. പടച്ച തമ്പുരാൻ എപ്പോഴാണ് ഊതാ കൽപ്പിക്കുക, അതിനുവേണ്ടി കാതിനെ അള്ളാഹുവിലേക്ക് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നെറ്റിത്തടത്തെ പടച്ച റബ്ബിനോടുള്ള വിനയ നിമിത്തമായി താഴ്ത്തി വെച്ചുകൊണ്ട് കാത്തു നിൽക്കുകയാണ്. ഈ നിലയിൽ എങ്ങനെയാണ് എനിക്ക് ഈ ദുനിയാവിൽ ആസ്വദിച്ചുകൊണ്ട് കുടിനീരിറക്കാനും ആസ്വദിച്ചുകൊണ്ട് കഴിക്കാനും പറ്റുക സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 1400 വർഷം മുമ്പ് നബിതങ്ങൾ ജീവിച്ച കാലഘട്ടത്തിൽ തന്നെ നബിതങ്ങൾ ചോദിച്ചതാണ് സഹാബത്തിനോട്. അപ്പൊ അന്നും ആരാണ്? ഇസ്രാഫീൽ അലൈഹി ഇസ്ലാം വായിൽ ഘടിപ്പിച്ച് നിലകൊള്ളില്ല എന്നല്ല, ഇസ്രാഫീലിനെ സൃഷ്ടിച്ചത് മുതൽ സൂറന്ന കാഹളത്തെ പടച്ചത് മുതൽ വായിൽ ഘടിപ്പിച്ച് നിലകൊള്ളുകയാണ്, ഊതാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ കാത്തു നിൽക്കുക. ഇനി അധികം സമയമില്ല, ഇത്രയും പെട്ടെന്ന് ഊത്തുവരാം. അള്ളാഹു നല്ല രീതിയിൽ മരണപ്പെടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ മനസ്സിലായിക്കോ, ഒന്നാമത്തെ ഊത്ത് വരുന്നതിന് മുമ്പ് തന്നെ മുഅ്മിനീങ്ങളെ മരണപ്പെടുത്തി നല്ല കാറ്റിലൂടെ. ഏറ്റവും മോശപ്പെട്ട വിഭാഗത്തിന് മേലുള്ള ഒന്നാമത്തെ ഊത്ത് വന്നു, പേടിച്ച് നിലകൊള്ളുന്നു. 40 കൊല്ലത്തോളം അടുത്ത ഊത്ത് വരുന്നു, ഒക്കെ മരണപ്പെടുക. ഖുർആൻ പറയാൻ വനുഫിഖ ഫിസ്സൂർ فصيق من في السماوات ومن في الأرض. സൂറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കഴിഞ്ഞാൽ ആകാശഭൂമികളിലുള്ള സർവ്വസൃഷ്ടിജാലങ്ങളും മരിച്ചു വീഴുമേ. ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചതാകുന്ന ചിലരൊഴികെ, ചില മലായികത്തുകൾ ഒഴികെ. അള്ളാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ ബാക്കിയുള്ളവരൊക്കെ ആ ഊത്തിലൂടെ മരിക്കും. അപ്പൊ ചില ആളുകൾ മരിക്കും, പക്ഷെ അവർ ആ ഊത്തിലൂടെയല്ല. അതാരൊക്കെയാണ്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ. അവരൊക്കെ പറയുന്നു സയ്യിദുനാ ജിബ്രീൽ, വമീകാഈൽ, വഇസ്റാഫീൽ, വഅസ്റാഈൽ. ഈ 4 മലക്കുകൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ ആ ഊത്തിലൂടെ മരിക്കും. എന്താ അവര് മരിക്കൂലേ? അവരും മരിക്കും, അത് പറയലാണ് ലക്ഷ്യം. അവരും ഈ ലോകത്ത് നിന്ന് വിട പറയുമേ, അവരും ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമേ. പക്ഷെ അതിന് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഘട്ടം ഘട്ടമായിട്ട് മരിപ്പിക്കുകയാണ്. ആ ഊത്തിലൂടെ മരിപ്പിക്കൂല. വേറൊരു റിവായത്തിൽ കാണുന്നു, അർവാഹു ശുഹദാ, ഈ ശുഹദാക്കളുടെ ആത്മാക്കൾ വഴി അവരും ആ ഊത്തിലൂടെ മരിക്കൂല. വേറൊരു റിവായത്തിൽ കാണുന്നു, അള്ളാഹുവിന്റെ അർശിനെ വഹിക്കുന്ന മലക്കുകൾ ഒഴികെ, ഹഫളത്തീങ്ങളാകുന്ന മലക്കുകൾ ഒഴികെ. മർമ്മപ്രധാനമായി ഈ 4 പേരാണ്. എല്ലാ മുഫസ്സിരിങ്ങളും രേഖപ്പെടുത്തി 4 പേരാണ്. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം, വമീകാഈൽ, വഇസ്റാഫീൽ, വഅസ്റാഈൽ. ഈ 4 മലക്കുകൾ ഒഴികെ. അവർ മരിക്കൂലേ? മരിക്കും. അവരെയും അള്ളാഹു മരിപ്പിക്കും, പക്ഷെ ഘട്ടം ഘട്ടമായിട്ട് മരിപ്പിക്കണം. ആദ്യം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്. ചിന്തിച്ചു നോക്കാം, ഒരു അവസ്ഥ ചിന്തിക്കും. അള്ളാഹുവും ഈ 4 മലക്കുകളും ഒഴികെ ബാക്കിയുള്ളവരൊക്കെ ഈ ലോകത്ത് നിന്ന് കഴിഞ്ഞു. വലിയ വലിയ പണക്കാർ, പാവപ്പെട്ടവൻ, പൊക്കമുള്ളവൻ, പൊക്കം കുറുകിയവൻ,
വെളുത്തവൻ കറുത്തവൻ എല്ലാ ജാതി വർണ്ണ വ്യത്യാസമില്ലാതെ ഒക്കെ മരണപ്പെട്ടു പോയി. എല്ലാ ജീവജാലങ്ങളും ഒക്കെ തീർന്നു. ഭൂമി തരിശായി കിടക്കുക, ഒന്നുമില്ല. എന്താണ് അത് സിറ്റുവേഷൻ? فيقول الله تبارك وتعالى الله سبحانه وتعالى ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, മുത്തിയാ മീകായിൽ, മുത്തിയാ ജബറായിൽ, അല്ലയോ ജിബ്രീലേ നീ മരിക്കണേ. ഫയമൂതു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം മരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആത്മാവിനെ അസ്രായീൽ അലൈഹിസ്സലാം വേർപെടുത്തുകയാണ്. അതിനെ പ്രത്യേകമാക്കി. എന്നാ പിന്നെ ഊത്തിലൂടെ മരിപ്പിച്ചുകൂടായിരുന്നു. പടച്ച റബ്ബിന്റെ തീരുമാനം. ഇല്ലാമൻ ഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചവരെയാണ് ആ ഊത്തിലൂടെ മരിപ്പിക്കുകയുള്ളൂ. എല്ലാ ബാക്കിയുള്ള സൃഷ്ടിജാലങ്ങളും ബാക്കിയുള്ള മലക്കുകളൊക്കെ മരിക്കും. ഇവരെ മാത്രം അല്ലാഹു പ്രത്യേകമാക്കി. അല്ലാഹു ആലം, പടച്ച റബ്ബിനെ അറിയാം അതിന്റെ തീരുമാനം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനോട് ആദ്യം പറയും, ജിബ്രീലെ നീ മരിക്കും. കാരണം വഹി എത്തിച്ചു കൊടുക്കുന്ന പരിപാടി മതി, ഒക്കെ നിർത്തി. എല്ലാ അമ്പിയാക്കളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിന്റെ മരണമാണ്. മരിപ്പിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആത്മാവിനെ പിടിക്കും. രണ്ടാമത് മീകായിൽ അലൈഹിസ്സലാമാണ്. ലോകത്തുള്ള എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും മഴയും ഇടിയും മിന്നലും റിസ്ക്കും ഒക്കെ കൊടുത്ത മലക്കല്ലേ നീ. മുത്തിയ മീകായിൽ, അല്ലയോ മീകായിലെ നീയും മരിക്കണം. ഫയമൂതു മീകായിൽ, മീകായിൽ അലൈഹിസ്സലാമും ഈ ലോകത്തുനിന്ന് വിട പറയും അസ്രായീൽ അലൈഹിസ്സലാം മുഖേനയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മൂന്നാമതായി ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ വിളിക്കും. ഇസ്രാഫീലെ മൂത്തിയ ഇസ്രാഫീലെ നീയും മരിക്കണം. അല്ലാഹുവേ, അടുത്ത മൂന്നാമത്തെ ഊത്തൂതണ്ടേ? 2 ഊത്തല്ലേ കഴിഞ്ഞല്ലോ, ഇനി ഊത്തില്ലേ? ഇല്ലെന്നാ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഏതാണ് ഊത്ത്? നഫ്ഖത്തുൽ ബഅസ്, പുനർജീവനത്തിന്റെ ഊത്താണ്. ഖബറിൽ കിടക്കുന്നവരെ മഹ്ശറിലേക്ക് വിളിക്കാനുള്ള ഊത്താണ്. അതാണ് മൂന്നാമത്തെ ഊത്ത്. ഊത്തൂതണ്ടേ? അത് ഊതണം. അത് മരിച്ചതിന് ശേഷമാണ്. ഇപ്പൊ നീയും മരിക്കണം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തിന്റെ രുചി അറിയുന്നതാണ്. മരിച്ചേ പറ്റൂ. അതിനുശേഷം പിന്നീട് ആദ്യം മലക്കുകളുടെ കൂട്ടത്തിൽ നിന്നെ പുനർജീവിപ്പിക്കും. നിന്റെ കയ്യിൽ സൂറെന്ന കാഹളത്ത് നൽകും. നീ അപ്പോൾ ഊതും. നഫ്ഖത്തുൽ ബഅസ്, സർവ്വജനങ്ങളെയും പുനർജീവിപ്പിക്കാനുള്ള ഊത്തങ്ങോട് ഊതുമ്പോഴാണ് ആദ്യമായി ഖബറിൽ എഴുന്നേൽക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി. സൃഷ്ടികളുടെ കൂട്ടത്തിൽ ആദ്യം എഴുന്നേൽക്കുന്നത് ആരാ? മുഹമ്മദ് റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, അന അവ്വലു മൻ യൻശഖുൽ അർളു അന്നീ, ആദ്യമായ ഖബർ പിളർന്നുകൊണ്ട് മഹ്ശറിലേക്ക് വരുന്നത് ഞാനാണ്. അന അവ്വലു മൻ യുഖ്ളാ മിൻ ഉമ്മത്തി, ഞാനാണ് ആദ്യമായി വിചാരണ കഴിഞ്ഞു കിടക്കുക. അന അവ്വലു മൻ യഹ്ലിഖു ബാബൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വട്ടക്കണ്ണിയിൽ ആദ്യമായി പിടിക്കുന്നത് ഞാനാണ്. അന അവ്വലു മൻ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ആദ്യമായി ഞാനാണ്. വലിയ ഹൗദൻ, എനിക്കൊരു ഹൗദുൽ കൗസർ ഉണ്ട്. വലഹു മീസാബാൻ, അതിന് 2 പാത്തികളുണ്ട്. അഹ്ലാ മിനൽ അസൽ വ അബിയദു മിനൽ വരിഖി, വെള്ളിയേക്കാൾ വെണ്മയാണ്, തേനിനേക്കാൾ മധുരമാണ്. മൻ ശരിബ മിൻഹാ ലം യദ്മ ബഅദഹാ അബദാ, ആരെങ്കിലും അതിൽ നിന്ന് കവിൾത്തടം കുടിച്ചു കഴിഞ്ഞാൽ, ഒരൽപ്പം കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവന് ദാഹമുണ്ടാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അത് പിന്നെ നടക്കുന്ന പ്രതിഭാസമാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം അടുത്ത ഊത്തൂത. ഇപ്പൊ ഇസ്രാഫീലെ നീയും മരിക്കണം. അത് കഴിഞ്ഞ പുനർജീവിപ്പിക്കും. ഫയമൂതു ഇസ്രാഫീൽ, ഇസ്രാഫീൽ അലൈഹിസ്സലാമും മരിക്കുകയാണ്. അവസാനമായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്രായീലിനെ വിളിക്കുകയാണ്. ഫയഖൂലു അല്ലാഹു തബാറക വ തആല ലി അസ്രായീൽ, അസ്രായീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു ചോദിക്കുകയാണ്, മനിൽ ബാഖി യാ അസ്രായീൽ, അസ്രായീലേ ഇനി ആരാണ് ബാക്കിയുള്ളത് അസ്രായീലേ? ഫയഖൂലു അസ്രായീൽ, അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു പറയുകയാണ്, അബ്ദുക്കൽ ഫാനി യാ അല്ലാഹ്,
അല്ലാഹുവേ പടച്ച റബ്ബേ, നിന്നെ നശിക്കാനുള്ള അടിമ മാത്രമാണ് അല്ലാഹ്, നിന്നെ നശിക്കാനുള്ള അടിമ മാത്രമാണ് അല്ലാഹ്. അസ്രായീൽ അലൈഹിസ്സലാമിനും കാര്യം മനസ്സിലായി. എന്റെ സതീർത്ഥരാകുന്ന ജിബ്രീൽ പോയി, മീകായിൽ പോയി, ഇസ്രാഫീൽ പോയി, എല്ലാ മലക്കുകളും യാത്ര പറഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ മാത്രമായി ലോകത്ത് അവശേഷിക്കുകയില്ല. അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹ് അബ്ദുകൽ ഫാനിയ അല്ലാഹ്, അല്ലാഹുവേ പടച്ച റബ്ബേ, നിന്നെ നശിക്കാനുള്ള അടിമ മാത്രമാണ് അല്ലാഹ്. ഫയഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്രായീലിനോട് പറയുകയാണ് പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ സൃഷ്ടിജാലങ്ങളുടെയും ആത്മാവിനെ പിടിക്കുന്ന അസ്രായീലിനെ പോലും അവസാന യാത്രയാണ്. ഈ ലോകത്ത് ശാശ്വതത്വമില്ല. അസ്രായീൽ പോലും ഈ ലോകത്ത് ശാശ്വതത്വമില്ല. അസ്രായീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്, മുത്തിയാ അസ്രായീൽ ലാ ബുദ്ദ മിൻ മൗതിക യാ അസ്രായീൽ, അസ്രായീലേ നീയും മരിക്കൽ നിർബന്ധമാണ്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാരാ, വ്യഭിചരിക്കുന്ന സഹോദര, സിനിമാ തിയേറ്ററിലേക്ക് പരിശുദ്ധമായ ജുമായുടെ സുദിനത്തിൽ പോലും റിലീസിന്റെ പടങ്ങൾ തേടിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്ന ചെറുപ്പക്കാരാ, പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ കൂരിരട്ടിന് വകഞ്ഞു മാറ്റിക്കൊണ്ട് അശ്ലീലമാക്കപ്പെട്ട ഫോൺ കോളുകൾ നടത്തുന്ന പെങ്ങളെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അറബിയുടെ ചാട്ടമാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് നിനക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അന്നം തേടുമ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകന്മാരുമായി പാതിരാത്രി സമയത്ത് സല്ലപിക്കുന്ന പെങ്ങളെ, 18 വയസ്സുള്ള പൊന്നുമോളെ, നിന്റെ വാപ്പ നിന്നെ പഠിപ്പിച്ച് വലുതാക്കി ആ പ്രവാസ ലോകത്തുള്ള പ്രിയപ്പെട്ട വാപ്പയ്ക്ക് ഹാർട്ട് അറ്റാക്ക് സമ്മാനിക്കുന്ന വിധത്തിൽ ഇന്നലെ കണ്ട കാമുകരോടൊപ്പം ഇറങ്ങിപ്പോകാൻ തയ്യാറെടുക്കുന്ന പെങ്ങളെ, 3-4 പ്രസവം കഴിഞ്ഞിട്ടുള്ളതാകുന്ന സഹോദരി, സ്വന്തം മക്കളെ മറന്നുകൊണ്ട് കാമുകന്മാരുടെ സൗന്ദര്യം കാണുമ്പോ, സ്വന്തം ഭർത്താവിന്റെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകന്മാരുടെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കറങ്ങി നടക്കുന്ന പെങ്ങളെ, മരണമുണ്ടെന്നുള്ള യാഥാർത്ഥ്യ ബോധമുണ്ടാവണേ. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. ഇസ്രായീലിന്റെ വിട പറയൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നീ ലോകത്ത് നിന്ന് വിട പറയണമെന്ന് നിർബന്ധമാണ് എന്ന് അല്ലാഹു അസ്രായീലിനോട് പറയുമ്പോ, ഫയദ്ഹബു ഇലാ മൗളിഇൻ ബൈനൽ ജന്നതി വന്നാർ, സ്വർഗ്ഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു പ്രവിശ്യയിലേക്ക് അസ്രായീൽ പോകുകയാണ്. സുബ്ഹാനല്ലാഹ്, ഫയൻസിഉ മിൻഹു റൂഹഹു, സ്വന്തമായി ശരീരത്തിൽ ആത്മാവിനെ ഊരുകയാണ്. ഈ ദുനിയാവിലെ കള്ളുകുടിച്ച് നടന്നവനാണ്, വ്യഭിചരിച്ച് നടന്നവനാണ്, മോശപ്പെട്ട തീരുമാനം നടന്ന സഹോദര, പഠിച്ചു വെക്കണേ, ഈ ലോകത്തുള്ള സർവ്വസിദ്ധികളുടെയും ആത്മാവിനെ പിടിക്കുന്ന അസ്രായീലിന് പോലും മരണമുണ്ടെന്നുള്ള യാഥാർത്ഥ്യ ബോധമുണ്ടാവണേ. അസ്രായീൽ അലൈഹിസ്സലാം ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്. ഫയസീഹു സൈഹാ, വല്ലാത്തൊരു അട്ടഹാസമാണ്, വല്ലാത്തൊരു ശബ്ദകോലാഹലമാണ്. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ അസ്രായീൽ വിളിച്ചു പറയുകയാണ്, അല്ലാഹ് പടച്ച റബ്ബേ, ഇത്ര വലിയ വേദന മരണത്തിനുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നീ ലാ അൻസിയു അർവാഹൽ മുഅ്മിനീന ഇല്ലാ ബിർഫിഖ് യാ അല്ലാഹ്, മുഅ്മിനീങ്ങളുടെ ആത്മാവിനെ വളരെ മയത്തോടുകൂടിയല്ലാതെ ഞാൻ പിടിക്കുമായിരുന്നില്ല റബ്ബേ, ഞാൻ പിടിക്കുമായിരുന്നില്ല അല്ലാഹ്. മരണത്തിന് വേദന എത്രമാത്രം ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ മുഅ്മിനീങ്ങളുടെ ആത്മാവിനെ കൂടുതൽ മയത്തോട് കൂടിയല്ലാതെ ഞാൻ പിടിക്കുമായിരുന്നില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു ശബ്ദ കോലാഹലത്തോടുകൂടിയാണ് അസ്രായീൽ വിട പറയുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്രായീൽ അലൈഹിസ്സലാം പോലും ഈ ലോകത്തുനിന്ന് വിട പറയും. യാഥാർത്ഥ്യം മനസ്സിലാക്കൂ, ഒരാളും ഈ ലോകത്ത് ശാശ്വതത്വമുള്ളവരില്ല, ഒരാൾ പോലുമില്ല. അല്ലാഹ് അല്ലാതെ കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ. അതിലെ പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റഹ്മാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കുല്ലു മൻ അലൈഹാ ഫാൻ, കുല്ലു മൻ അലൈഹാ ഫാൻ, കുല്ലു മൻ അലൈഹാ ഫാൻ.
ويبقى وجه ربك ذو الجلال والإكرام. ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും ഇല്ലാതാകുന്നതാണ്. ഒരാൾ മാത്രമാണ് ബാക്കിയാകുക. അത് ഈ ലോകത്തിന്റെ തമ്പുരാനാണ്, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണ്, ഈ ലോകത്തിന്റെ പരിപാലകനാണ്, ഈ ലോകത്തിന്റെ സർവേശ്വരനാണ്, ഈ ലോകത്തിന്റെ സർവാധിപതിയാണ്, ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനാണ്. കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂചനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപർവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ ആഘാതമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീകാരമായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ പടച്ചറപ്പല്ലാതെ ഒരാളും ഈ ലോകത്ത് ബാക്കിയാകുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു അല്ലാതെ ഈ ലോകത്ത് ഒരൊറ്റ വ്യക്തിയും ശാശ്വതത്വമില്ല. ഇത് മനസ്സിലാക്കുന്നവനായിരിക്കണം മോമിൻ. അപ്പൊ നമ്മുടെ അഹങ്കാരം കുറയും, നമ്മൾ നന്നാകും, നമ്മൾ നിസ്കാരം ചിട്ട വെക്കും. നാളെ നേരം വെളുക്കും ഞാൻ ഈ ഭൂലോകത്തുണ്ടാവൂല എന്നൊരു ബോധം നമുക്കുണ്ടായാലും നമ്മൾ നന്നാവും. അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അഹങ്കരിക്കുന്നത്, അതില്ലാത്തതുകൊണ്ടാണ് അയൽവാസികളുമായി വഴക്കടിക്കുന്നത്, അതില്ലാത്തതുകൊണ്ടാണ് അരച്ചാണ് വഴിയുടെ വിഷയത്തിൽ സ്വന്തം സഹോദരങ്ങളെ കൂടപ്പിറപ്പുകളെ കത്തിക്കരയാക്കുന്നത്, അതില്ലാത്തതുകൊണ്ടാണ് പലിശയുമായി ബന്ധപ്പെടാൻ നിന്റെ ജീവിതത്തിൽ നിനക്ക് തോന്നുന്നത്, അതില്ലാത്തതുകൊണ്ടാണ് കള്ളുകുടിക്കാൻ നിനക്ക് തോന്നുന്നത്, അതില്ലാത്തതുകൊണ്ടാണ് ബാംഗ്ലൂരിലേക്കും മാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും ഒക്കെ വാഹനം കയറി പെണ്ണുപിടിക്കാൻ നിനക്ക് തോന്നുന്നത്, അതില്ലാത്തതുകൊണ്ടാണ് ഈ ഭൗതികമാകുന്ന ജീവിതത്തിൽ ആസ്വാദനങ്ങളുടെ പിന്നാമ്പുറങ്ങൾ തേടി നീ അലയുന്നത്. അതിന് പോകാനുള്ള കാരണം എന്തുകൊണ്ട്? നിനക്ക് മരണത്തെ കുറിച്ച് ഭയമില്ല. അത് തന്നെയാണ്. മുഅ്മിൻ എന്ന പേര് മാത്രമേ ഉള്ളൂ, റേഷൻ കാർഡിൽ ആധാർ കാർഡിലൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ഹൃദയത്തിലില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്നാ എപ്പോഴും ചോദിക്കുന്നത് തന്നെയാണ്, ഒരു ദിവസം 17 പ്രാവശ്യം ചോദിക്കൽ നമ്മുടെ മേൽ നിർബന്ധമായത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ ഹിദായത്താണ്. ഈമാൻ എന്ന ആവേശം നിലനിർത്തണേ അല്ലാഹ്. അതാണ് 17 പ്രാവശ്യം നമ്മൾ 17 റക്അത്തുകളിലൂടെ നമ്മൾ ചോദിക്കുന്നത്, വേറൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഇമാം ബൈലാവി റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറാകുന്ന അൻവാറു തൻസീർ വ അസ്റാറു തഅ്വീൽ എന്ന തഫ്സീർ ബൈലാവിയുടെ ആമുഖത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ധാരാളം പേരുകൾ അദ്ദേഹം നിർദ്ദേശിച്ചു. അതിലൊരു പേരാണ് ഈ സൂക്തത്തിന്റെ പേര് സൂറത്തു ദുആഇ, പ്രാർത്ഥനയുടെ സൂക്തം എന്നാണ്. പ്രാർത്ഥനയുടെ സൂക്തം എന്നുണ്ട് ഇതിന് പേര്. ഏതാണ് പ്രാർത്ഥന? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ദുആഉള്ളതിനകത്ത് ഏതാണത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാതയിലേക്ക് ഞങ്ങളെ നയിക്കണേ അല്ലാഹ്. ഈമാൻ ചോദിക്കാൻ ഞങ്ങൾക്ക് ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. ആകെ ദുആ അത് മാത്രമേ ഉള്ളൂ. അത് കണ്ടിട്ട് ബഹുമാനപ്പെട്ടവർ സൂറത്തിന് പേരെന്ത് വെച്ചു? സൂറത്തു ദുആഇ, പ്രാർത്ഥനയുടെ സൂക്തമാണ് കേട്ടോ ഇത്. ആകെയുള്ള പ്രാർത്ഥന ഏതാണ്? ഹിദായത്ത് ചോദിക്കലാണ്, ഈമാൻ ചോദിക്കലാണ്. അത്രമേൽ പ്രധാനമാണത്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചറബിനോട് ചോദിച്ചതും അത് തന്നെയാണ്, പ്രവാചകന്മാരുടെ തേട്ടവും അത് തന്നെയാണ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ വൽഹഖ്നി ബിസ്സാലിഹീൻ. അതാണ് ദുആ. അല്ലാഹ് യൂസുഫ് നബി ദുആ ഇരുന്നതാ. ആരാ യൂസുഫ് നബി? ഒരു അലൈഹിസ്സലാം പോലും ഇല്ല, എളാപ്പാടെ പേര് കേട്ടോ അനങ്ങിയ. ആരാ യൂസുഫ് നബി അലൈഹിസ്സലാം? ആരാണ്? നബി തങ്ങൾ പറയാണ്, അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ഇബ്നു യഅഖൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം സയ്യിദുനാ റസൂലുള്ളാഹി
മാന്യന്റെ മകനാണ് യൂസുഫ്. ഇബ്രാഹിമിന്റെ മകൻ ഇസ്ഹാഖിന്റെ മകൻ യാക്കൂബിന്റെ മകനാണ് യൂസുഫ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒക്കെ മാന്യന്മാരാ. അതാണ് മനസ്സിലാക്കേണ്ടത്. വാപ്പ ദുആയിരുന്നു ഒരു മാന്യനായ കുട്ടിയെത്താ അല്ലാഹ് കൊടുത്തത് മൊത്തം മാന്യന്മാര്. ആരാ വല്യപ്പ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഉറക്കെ പറയും മനുഷ്യന്മാര്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബഹുമാനിക്കണ്ടേ? നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. അതാണ് സുന്നത്ത് ജമാഅത്ത്. തഅലീമു മാ അല്ലമഹുല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറഹുല്ലാഹ്. അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക, അല്ലാഹു നിന്ദിക്കാൻ പറഞ്ഞവരെ നിന്ദിക്കുക. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്. അതാണ് നമ്മുടെ ആശയം. നമ്മൾ ബഹുമാനിക്കുന്ന മഹത്തുക്കളെ അല്ലാഹ് ബഹുമാനിക്കാൻ പറഞ്ഞത് കൊണ്ട്, അല്ലാഹ് നിന്ദിക്കാൻ പറഞ്ഞ ഇബ്ലീസിനെയും അത്തരത്തിലുള്ള ആളുകളെയൊക്കെ നമ്മൾ നിന്ദിക്കുന്നു. എന്തുകൊണ്ട്? അല്ലാഹ് നിന്ദിച്ചത് കൊണ്ട്, നിന്ദിക്കാൻ പറഞ്ഞത് കൊണ്ട് നമ്മൾ അവരെ നിന്ദിക്കുന്നു. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇല്ല. അപ്പൊ പുറക്കെ പറഞ്ഞു ഇബ്രാഹിം അലൈഹിസ്സലാം വത്തബിഅ മില്ലത ഇബ്രാഹിം ഹനീഫാ ഇന്ന ഇബ്രാഹിം കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ് വലം യകുൻ മിനൽ മുശ്രികീൻ. ഇബ്രാഹിം ഒരു പ്രസ്ഥാനമാണെന്ന് ഖുർആൻ. ആ ഇബ്രാഹിമിന്റെ മില്ലത്തിന് നിങ്ങൾ അനുധാവനം ചെയ്യണേ എന്ന് വിശുദ്ധ ഖുർആൻ. ആളൊരു സാധാരണ വ്യക്തിയല്ല ഇബ്രാഹിം. വാപ്പ ദുആയിരുന്നു പടച്ചവനെ സാലിഹായ കുട്ടിയെത്താ അല്ലാഹ്. ഒറ്റ ദുആ. പരമ്പര മുഴുവനും സാലിഹീങ്ങളായി. ഇസ്ഹാഖ്, അതിന്റെ മകൻ യാക്കൂബ്, അതിന്റെ മകൻ യൂസുഫ് അലൈഹിസ്സലാം. ചിന്തിച്ചു നോക്ക്. മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയല്ലേ ഇബ്രാഹിം നബി. അവസാന ദുആയിരുന്നു കിട്ടിയതോ ഒക്കെ പ്രവാചകന്മാര്. യാ അല്ലാഹ്, ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ട വ്യക്തികളാണ് പ്രവാചകന്മാർ. അവർ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരുണ്ട്. മനസ്സിലായിക്കോ? ഏറ്റവും അത്യുത്കൃഷ്ട വ്യക്തിയാണ് ആര്? പ്രവാചകന്മാർ. അങ്ങനെ പ്രവാചക പരമ്പര തന്നെ കൊടുത്തു. അതിൽപ്പെട്ട വ്യക്തിയാണ് ആര്? യൂസുഫ് നബി അലൈഹിസ്സലാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പഠിപ്പിക്കുകയാണ്, യൂസുഫ് നബി ആരെന്നറിയുമോ? അൽ കരീം ബിനുൽ കരീം ബിനുൽ കരീം യൂസുഫ് ബിൻ യാക്കൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം സദഖ റസൂലുള്ളാഹി. മാന്യന്റെ മകനാണ് യൂസുഫ്. ഇബ്രാഹിമിന്റെ മകൻ ഇസ്ഹാഖ്, ഇസ്ഹാഖിന്റെ മകൻ യാക്കൂബ്, യാക്കൂബിന്റെ മകനാണ് യൂസുഫ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പൊന്നോമന പേരക്കുട്ടി യൂസുഫ് എന്ന പൊന്നമോ ദുആ ചെയ്തതെന്താണ്? അല്ലാഹുവേ പടച്ച റബ്ബേ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. ربي قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما والحقني بالصالحين. അല്ലാഹുവേ, ഈജിപ്തിന്റെ പരമാധികാരം നീ എന്നെ കൈവെള്ളയിലേക്ക് വെച്ച് നൽകി അല്ലാഹ്. സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ നീ എന്നെ പഠിപ്പിച്ചു റബ്ബേ. ഇതെല്ലാം എനിക്ക് നൽകിയ അല്ലാഹ്, ഈ അധികാരം എനിക്ക് നിലനിർത്തണേ എന്നല്ല യൂസുഫ് നബി ദുആ ചെയ്തത്. മറിച്ച് യൂസുഫ് നബിയുടെ പ്രാർത്ഥന ഒന്നാണ്, തവഫനി മുസ്ലിമാ. ആകാശഭൂമികളെ മുൻ പ്ലാനിംഗ് ഇല്ലാതെ സൃഷ്ടിച്ചതാകുന്ന പടച്ച റബ്ബേ, നിന്നോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. ആരുടെ ദുആ? സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. അത് ആര് പഠിപ്പിച്ചു? ഇതൊക്കെ നബി തങ്ങൾ പഠിപ്പിച്ച ദുആ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ദുആയിരുന്നത് തന്നെയാണ്. ഇബ്രാഹിം നബി വല്യപ്പ ദുആയിരുന്നത് തന്നെയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ കഅബാലയം പണിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടും മകനാകുന്ന ഇസ്മായിലിനോടും കരാർ ചെയ്യുകയാണ്. വഅഹദിനാ ഇലാ ഇബ്രാഹിം വ ഇസ്മായിൽ അത്ഹിറാ ബൈതി ലിത്വാഇഫീൻ വൽആകിഫീൻ വറുക്കഇ സുജൂദ് വറുക്കഇ സുജൂദ് വറുക്കഇ സുജൂദ്.
പരിശുദ്ധമായ കഅബാലയം പണിയാൻ വേണ്ടി അല്ലാഹു ഇബ്രാഹിം നബിയോടും മകനാകുന്ന ഇസ്മായിലിനോടും കരാർ ചെയ്യുകയാണ്. കരാർ പൂർത്തീകരിച്ചതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനാകുന്ന ഇസ്മായിലിനെയും കഅബാലയത്തിന്റെ പരിസരത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു ആ ദുആ ഓർമ്മപ്പെടുത്തുകയാണ്. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവായിദ മിനൽ ബൈത്ത് വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പരിശുദ്ധമായ കഅബാലയം പണി പൂർത്തീകരിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനാകുന്ന ഇസ്മായിലിനെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക. അല്ലാഹുവേ, എന്നെയും എന്റെ മകനാകുന്ന ഇസ്മായിലിനെയും ഞങ്ങളുടെ സന്താന പരമ്പരകളെയും മുസ്ലിമാക്കണേ അല്ലാഹ്, ഈമാനുള്ളവരാക്കണേ അല്ലാഹ്, ഈമാനുള്ളവരാക്കണേ അല്ലാഹ്. ആയിരുന്നു സയ്യിദുനാ ഇബ്രാഹിം. കാരണം അത് പോയാ പോയി, ഒക്കെ പോയി, അവസാന ആഖിബത്ത് പിഴച്ചാ പോയി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഒക്കെ നന്നായി ദുനിയാവിലൊക്കെ ചെയ്തിട്ടുണ്ട്, അവസാനം അന്ത്യം കൊണ്ട് പോയാൽ പോയി. എത്ര ആളുകൾ അങ്ങനെ പോകുന്നുണ്ട്, എത്ര ഇൽമുള്ള അഹ്ലുകാർ പോകുന്നുണ്ട്. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആരുടെയും പിഴച്ചു പോകാം, എപ്പോ വേണമെങ്കിലും പോകാം. കള്ളു കുടിച്ചുകൊണ്ട്, വ്യഭിചരിച്ചു കണ്ട് ഏത് നിലയിലും ഈമാൻ ഉരപ്പെടാം. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ ശഫീഉനാ റസൂലുള്ളാഹി. വ്യഭിചരിക്കുന്നവന്റെ ഈമാൻ ഉരപ്പെടും. കള്ളു കുടിക്കുന്നവൻ മൻശരിബൽ ഖംറ യൻസിഉ മിൻഹുൽ ഈമാനു കമാ യൻസിഉ ഖമീസുഹു മിൻ റഅസിഹി ശഫീഉനാ റസൂലുള്ളാഹി. അവന്റെ തലയിൽ നിന്ന് ഖമീസ് ഊരുന്നത് പോലെ നീളക്കുപ്പായം ഊരിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു എന്നൊരു റിവായത്തിൽ കാണാം. നബി തങ്ങൾ ഇങ്ങനെ തലവഴി ഊരിക്കാണിച്ചു കൊടുത്തോണ്ട് പറഞ്ഞു, ഇതേപോലെ കള്ളു കുടിക്കുന്നവന്റെ ഈമാൻ അങ്ങ് പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ചിന്തിച്ചോ സഹോദരങ്ങൾ, ലഹരിയൊക്കെ നുണയുന്നവർ, പള്ളിയിൽ വരുമ്പോഴും കഞ്ചാവ് അടിച്ചിട്ട് വരുന്നവർ, കിറങ്ങി നിൽക്കുക, അത് കേൾക്കാൻ വരുന്നത്, ആട്ടോ അടിയിട്ട് റാഹത്തായിട്ട് വന്ന് നിൽക്കുന്നവർ. ശ്രദ്ധിച്ചോ, ജുമാഅക്ക് വരാൻ ഇമാം മുമ്പിൽ നിന്നുകൊണ്ട് ഇത്തഖുല്ലാ, പടച്ചറബിനെ പേടിച്ചോ എന്ന് പറയുമ്പോൾ ചുണ്ടിനടിയിൽ സാധനം വെച്ചിരിക്കുക, ഇങ്ങനെ ആടി ഇരിക്കുക. അവസാനം ഇഖാമത്ത് കൊടുക്കുമ്പോഴേ ഇതെടുത്ത് പോക്കറ്റ് ഇടുന്നത്, നിസ്കാരം കഴിയുമ്പോൾ വീണ്ടും എടുത്ത് വെക്കും. സുബ്ഹാനല്ലാഹ് ഇമാം പറയുമ്പോൾ അൽഹംദുലില്ലാ, ഇവിടെ തന്നെ ഇരിക്കട്ടെ, ചുണ്ടിനടിയിലോട്ട് വീണ്ടും പോകും. അങ്ങനെ ഇതിനടിമപ്പെട്ടവരുണ്ട്. അല്ലെ തന്നെ പള്ളികളിലൊക്കെ അവസ്ഥ എന്താ? താഴെ ഇമാമ ഖുത്ബ ഓതുന്നു, താഴെയുള്ളവരൊക്കെ റാഹത്ത്, മുകളിലത്തെ നിലയിരുന്നിട്ട് എക്സ്റ്റൻഡർ ഓൺ ചെയ്യും ഒരുത്തൻ, എന്നിട്ട് ബ്ലൂ ഫിലിം സെൻഡ് ചെയ്യുക, റാഹത്ത് കണ്ണീര് ചെയ്യാൻ വീഡിയോ ക്ലിപ്പ്. യാ അല്ലാഹ്, ആർക്കും പോകില്ല, നമുക്ക് മാത്രം റാഹത്ത് ഒക്കെ ഒറ്റയടിക്ക് സെൻഡ് ചെയ്തെടുക്കുക. സിനിമ സെൻഡ് ചെയ്യുക, ഇതിനൊക്കെയുള്ള വേദികളായി മാറ്റുക. എവിടെ? അള്ളാന്റെ പള്ളികളെ. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. രണ്ടാമത്തെ നിലയിൽ ചർച്ചയാണ്, ഭയങ്കര ചർച്ച. എങ്ങനെ ഉണ്ടായിരുന്നു? ഓടിയാൻ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ രസമുണ്ടായിരുന്നു. ചർച്ച രണ്ടാമത്തെ നിലയിൽ, സിനിമാ കഥ. താഴെ ഇമാമ എന്നിട്ട് തഖുല്ലാ, പടച്ചവനെ പേടിക്കണേ, വലിയർക്ക് സെൻഡ് ആകാതെ ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്, പടച്ചവനെ റാഹത്ത്. അതാണ് പരിപാടി. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ശരിയല്ലേ പറയുന്നത്? മഹല്ലുകൾ നടക്കുന്ന സംഭവമല്ലേ? പള്ളിയുടെ അകത്തലകൾ ആ രീതിയായി മാറിയില്ലേ? സംസാരങ്ങളായി മാറിയില്ലേ? ദുന്യവിയായ സംസാരമായി മാറിയില്ലേ? അശ്ലീലതയായി മാറിയില്ലേ? ചീത്തവിളിയായില്ലേ? അടിയായില്ലേ? പിടിയായില്ലേ? അവിടെ പോയിരിക്കുന്നു. നഊദു ബില്ലാഹി, എത്ര അവസ്ഥയാണ്, എത്ര അവസ്ഥയാണ്. നഊദു ബില്ലാഹി, ഇതൊക്കെ ഒരു മാറ്റം ഉണ്ടാവണ്ടേ, മാറ്റം ഉണ്ടാവണ്ടേ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. എവിടെയാണ് പോകുന്നത്? ഒരു ചിന്തയും നമുക്കില്ലല്ലോ, ഒരു ചിന്തയുമില്ല. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത് ബഅസല്ലാഹു ഇലൈഹി ഖംസതൻ മിനൽ മലായിക. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ലോകത്ത് നിന്ന് വിട പറയുന്നവൻ അവസാന സമയമെത്തുമ്പോൾ 5 മലക്കുകളെ അവന്റെ അടുക്കലേക്ക് അല്ലാഹു പറഞ്ഞേക്കുമത്രേ. ഫയഅതീഹി മലക്കുൽ അവൽ, ഒന്നാമത്തെ മലക്ക് അവന്റെ അടുക്കലേക്ക് കടന്നു വരുകയാണ്. ഫയസ്അലു ലഹു, അവനോട് ചോദിക്കുകയാണ്, യബ്ന ആദം അയ്ന ബദനുകൽ ഖവീ വമാ അളഫഹുൽ.
ആദമിന്റെ പൊന്നുമോനെ എന്ത് പറ്റിയടാ നിനക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നല്ലോ, നിന്റെ കൈകാലുകളെ ഇന്ന് ചലിപ്പിക്കാൻ പറ്റാതെന്താണ്, കൈകാലുകളെ അനക്കാൻ പറ്റാത്തതെന്താണ്, എന്ത് പറ്റി നിനക്ക്? ഈ നല്ല ആരോഗ്യ ദൃഢഗാത്രനായിരുന്നല്ലോ, രാവിലെ തന്നെ സുബഹിയുടെ ബാങ്കിൽ മുഴങ്ങുമ്പോ ജിംനേഷ്യത്തിലേക്ക് പോയി മണിക്കൂറുകളോളം കളിച്ചുകൊണ്ട് സിസ്മായിക്ക് വരുത്തിയവരല്ലേ, എന്ത് പറ്റി നിനക്ക്? രാവിലെ കിലോമീറ്ററുകളോളം നടന്നുകൊണ്ട് ശരീരത്തിന്റെ കൊളസ്ട്രോൾ കുറച്ചതാകുന്ന സഹോദരിയല്ലേ, എന്ത് പറ്റി നിനക്ക്? നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയത് എന്താ? മലക്ക് നിന്നോട് ചോദിക്കും സയ്യിദുനാ റസൂലുള്ളാഹി. എന്ത് മറുപടി നൽകും സഹോദര? എന്താണ് നമ്മൾ മറുപടി കൊടുക്കുക? മരിക്കാൻ കിടക്കാൻ അവസാന സമയം. ഓരോരുത്തരും ചിന്തിക്ക്, നമ്മുടെ വീട്ടിൽ നമ്മൾ കിടക്കുന്ന റൂമിൽ രാവിലെ സുബഹിയോടെടുത്ത നേരത്തെ നാം മരിക്കാൻ കിടക്കുന്നു. എന്താണ് ആ ഒരു സിറ്റുവേഷൻ? മലക്ക് വന്ന് ചോദിക്കാൻ, വാഴ കഴിഞ്ഞ് വീട്ടിലെത്തി, ഒതുവെടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കാൻ ആയിക്കോട്ടെ, ആ ഉറക്കത്തിൽ നാം മരണത്തിലേക്ക് പോകുന്നു. ഉറക്കം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മരണം തന്നെയാണ്. ഉറക്കം ഒരു മരണമായിട്ടാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെയാണ് ഒന്നും ഉറങ്ങൂല, ഇനി പേടിച്ചിട്ട്. ഖുർആൻ പറഞ്ഞത് ഞാൻ വെറുതെ പറയില്ല, അക്ക ആയത്താൻ, വേറൊന്നുമില്ല. الله يتوفى الأنفس حين موتها والتي لم تمت في منامها فيمسك التي قضى عليها الموت ويرسل الأخرى إلى أجل مسمى ഉറങ്ങുന്ന സമയത്ത് അള്ളാഹു ആത്മാവിനെ പിടിച്ചു വെച്ചിരിക്കുക. ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ അള്ളാഹ് ഇങ്ങനെ ഇട്ട് തന്നിട്ടാണ് നീ എഴുന്നേൽക്കുന്നത്. ചിലർക്ക് അതിങ്ങനെ പിടിച്ചു വെക്കും, ചിലർ ഉറക്കത്തിൽ തന്നെ മരിക്കുന്നില്ലേ, എന്തുകൊണ്ട്? ആ പിടിച്ചു വെച്ചത് പിന്നെ തിരിച്ചു കൊടുക്കൂല. മരണത്തെ വിധിച്ചവന്റെ ആത്മാവിനെ അള്ളാഹു പിടിച്ചു വെക്കും. അടുത്തൊരവധി വരെ ബാക്കിയുള്ളവരെ വിട്ടേക്കും. ആ വിടല അപ്പൊ നമ്മളൊക്കെ വിട്ടോണ്ടിരിക്കുന്നു. നമ്മൾ നേരം വെളുത്ത് റാഹത്തായിട്ടൊക്കെ എഴുന്നേറ്റ് സുബഹി കാര്യമില്ല, 3 മണിക്ക് ഉറങ്ങും, 8 മണിക്ക് എഴുന്നേക്കും. അങ്ങനെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ആരുടേത്? നമ്മുടെ തന്നെ, വേറെ ആരുടെ അല്ല. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ശൈലിയാണ്. നഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. സത്യം പറഞ്ഞാൽ നായയുടെ സ്വഭാവമാണ്. നായ എന്ന് പറഞ്ഞാൽ ഈ വാത് കഴിഞ്ഞ് നിങ്ങൾ പോയി നോക്കൂ, ഒരു 11:30 മണി സമയത്തൊക്കെ അതിങ്ങനെ ഓടുകയാണ്, തേരാപ്പര ഭയങ്കര ഓട്ടാണ്. രാവിലെ 3 മണിയാകുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഇതൊക്കെ നല്ല റാഹത്തായിട്ട് എവിടെയും പോയി കിടന്ന് ഉറങ്ങും. ഉറങ്ങി. അതാണ് നമ്മുടെ പരിപാടി. അതുവരെ മൊബൈൽ ഫോൺ ഇങ്ങനെ ഇരിക്കുകയാണ്. താത്ത, വല്യമ്മ, 40 വയസ്സുള്ള കളവി, 85 വയസ്സുള്ള വല്യമ്മ, എല്ലാവരും വിളിച്ചിട്ട് റാഹത്തായിട്ട് എല്ലാവരും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും. വാട്സാപ്പ്, ഫേസ്ബുക്ക് ഒക്കെ നോക്കി, ട്വിറ്ററിലൊക്കെ കമൻറ്റും ഇട്ട്, ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുക. 3 മണിയാകുമ്പോൾ അലാറം വെച്ച് കിടക്കും. അലാറം എത്ര മണിക്ക് വെക്കുന്നത്? 8:30. കാരണം ഇവന് പോകേണ്ട ടൈമായി, ജോലിക്ക് പോകാനുള്ള സമയം നോക്കി. ഇതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ. ഇതേ സെയിമാണ് നായ. പിന്നെ ആ കടത്തം കടന്നു കഴിഞ്ഞാൽ ഒരു 8 മണിയാകുമ്പോൾ എഴുന്നേക്കുള്ളൂ. ഒറ്റ ഉറക്കമാണ്. 4 മണിക്കേ കിടക്കുള്ളൂ. അതുവരെ ഞാൻ റോന്തി വെറ്റും. വേറെ ഒരൊറ്റ ജീവിയില്ല ആ സമയത്ത് റോന്തി വെറ്റുന്നത്. അല്ലാഹു കാക്കട്ടെ. ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിൽ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിൽ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ബഹുമാനപ്പെട്ട ശൈഖുനാ തഴവ ഉസ്താദ് എന്റെ വല്യുപ്പയാണ്, ഉമ്മയുടെ വാപ്പയാണ്. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ, ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അവിടെ നമ്മളെ പഠിപ്പിച്ചു, സുബഹിക്ക് ശേഷം ഉറങ്ങാൻ പാടില്ല, ഉദയം വരെ ശ്രദ്ധിക്കേണ്ട സമയം. ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? മുത്തഅല്ലിമീങ്ങളും ആലിമീങ്ങളും ഉസ്താദുമാരും ഒക്കെ അവർ ആ സമയത്ത് ശ്രദ്ധിക്കും. സുബഹി കഴിഞ്ഞിട്ട് ഉറങ്ങാറുണ്ടാവില്ല. കാരണം എന്താ? ഒന്ന് ദർസ് എടുക്കണം, അവർക്ക് അതിന്റെ നല്ല മദ്രസയായിരിക്കും, മറ്റേതായിട്ടുണ്ടാവും. ആ സമയത്ത് ഉറങ്ങുന്ന കുട്ടികളുണ്ടോ തീർന്ന്, പിന്നെ അവന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവൂല. ബർക്കത്തുണ്ടാവൂല. ചെറുപ്പക്കാരൊക്കെ ഇന്ന് ഉറക്കാണ്, എല്ലാവരും നല്ല ഉറക്കമാണ്. എന്നിട്ട് 10 മണിക്ക് എഴുന്നേറ്റ് പള്ളി വന്നിട്ട് പറയും 100 രൂപ വന്നേക്കാം, ബർക്കത്തുണ്ടാവണം ജീവിതത്തിൽ. അതിന്റെ ബർക്കത്ത് ബിൽ ഹറക്കത്ത്, ബർക്കത്തില്ല, നശിച്ചിരിക്കുക. സംഭവം രാവിലെ നടന്ന് ഊർക്കം വലിച്ച ഉറക്കാണ്, പിന്നെ എങ്ങനെ ബർക്കത്തുണ്ടാവും? ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിൽ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. 10ലും 8ലും +2നും BA-ക്കും M.Com-നും ഒക്കെ പഠിക്കുന്ന മക്കളുണ്ടാവും. അതെ, അവനൊരു ഗുണമില്ല എന്ന് പറയും വാപ്പ. മുഖമാഫി, അല്ലാ ഒന്നുമില്ല. എന്തുകൊണ്ടാ? സംഭവം ഇതാ പരിപാടി. സുബഹി കഴിഞ്ഞ് ഉറക്കം, കാക്ക എഴുന്നേക്കൂല. കഴിഞ്ഞ റമദാന് തുടങ്ങി വെച്ചൊരു പരിപാടിയാണ്. അടുത്ത റമദാനാണ്, ഇതുവരെ മാറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് നടന്നോളൂ. സുബഹി കഴിഞ്ഞൊരു ഉറക്കമുണ്ട്, അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ സമുദായമാണ് അതങ്ങനെ കേട്ടോ, വേറെ ഒരൊറ്റ സമുദായത്തിലും അങ്ങനെയില്ല.
ബാക്കിയുള്ളവരൊക്കെ കറക്റ്റ് 10 മണിക്ക് ഉറങ്ങും, രാവിലെ അവരെഴുന്നേക്കും. അമ്പലത്തിൽ പോകേണ്ടവർ പോവും. ക്രൈസ്തവ ദേവാലയങ്ങളിൽ 4 മണിക്കൊക്കെ അവരുടെ പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കണം. എൻ്റെ നാട്ടിൽ കോട്ടയം ജില്ലയിലും പരിസര പ്രദേശത്തൊക്കെ അവനുണ്ട്. ഇവിടെയുണ്ട്, കാസർഗോഡ് കിഴക്ക് മേഖലയിലോട്ട് പോയി നോക്കിയാൽ മതി. ക്രൈസ്തവ ദേവാലയങ്ങൾ രാവിലെ 5 മണിക്ക് ഉണർന്ന് ഒക്കെ കുളിച്ച് അടിപൊളിയായി ഡ്രസ്സൊക്കെ ഇട്ട് അവർ വന്നിട്ട് ഭയങ്കര കൈതൊഴി നീക്കും. അമ്പലങ്ങളിൽ നോക്കിയാൽ മതി, 4 മണി 5 മണി ആകുമ്പോഴത്തേക്കും പള്ളി തുറന്ന് അവരുടെ ദേവാലയം അമ്പലം തുറന്ന് ഒക്കെ അവിടെ വന്നിട്ടുണ്ടാവും, കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ടാവും. നമ്മൾ 8 മണിയാകുമ്പോൾ എഴുന്നേറ്റ് വരിക, കാക്ക കുളിച്ചിട്ടുമില്ല നനച്ചിട്ടുമില്ല, അയവാൻ വരുന്നോളൂ. നമ്മുടെ പരിപാടി കീഴ്വായി വിട്ടുകൊണ്ട് വരിക 8 മണിക്ക്. അല്ലേ നമ്മുടെ അവസ്ഥ? സുബഹിക്കരിച്ചിട്ടുണ്ട് ഒക്കെ പോയി. സുബഹിക്ക് ശേഷമുള്ള ദിക്റുണ്ടോ ഔറാദുണ്ടോ? പള്ളിയിൽ പോകുന്നവൻ തന്നെ സുബഹി കഴിഞ്ഞ് ഓടല്ലേ, പോയി കിടന്ന് ഉറങ്ങാന്നുള്ള ചിന്താഗതി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖൗമൻ സല്ലമു സുബ്ഹ വദക്കറുല്ലാഹ അസ്സ വജല്ല ഹത്താ തതുലു അശംസു തഅദിലു ഉംറതൻ താമതൻ താമതൻ താമാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, സുബഹി നമസ്കാരം കഴിഞ്ഞ് ഉദയം വരെ ദിക്ർ ചെല്ലുന്നതായ ഏത് സമൂഹമുണ്ടോ, പള്ളിയുടെ കത്തളത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്ന നമസ്കാരത്തിന്റെ ടൈം ടേബിൾ നീ ശ്രദ്ധിച്ചിട്ടില്ലേ ചെറുപ്പക്കാരാ? തുലു എന്ന് എഴുതി വച്ചിരിക്കുന്നില്ലയോ? ഉദയത്തിന്റെ സമയം എഴുതി വച്ചിരിക്കുന്നില്ലേ? ആ സമയം വരെ ദിക്ർ ചൊല്ലിക്കൊണ്ട് പള്ളിയുടെ കത്തളങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന ഏതൊരു സഹോദരനുണ്ടോ, ചെറുപ്പക്കാരനുണ്ടോ? ഉദയത്തിന്റെ സമയം വരെ നമസ്കാര മുസല്ലയിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ഉമ്മമാരുണ്ടോ? പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് തക്ബീറിലും തംഹീദിലും തംജീദിലുമായി കഴിഞ്ഞുകൂടുന്ന ഏതൊരു സഹോദരിയുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തഅദിലു ഉംറതൻ താമ്മാ, പരിപൂർണമായ 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 ഉംറയുടെ പ്രതിഫലം രേഖപ്പെടുത്തുമേ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മഖാം റൂസോട് ഒരുമിച്ചുകൊണ്ട് കടന്നു വന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക്, പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക്, ഇനി വേനലവധിയുടെ സമയമല്ലേ, മക്കളെ കൃത്യമായ ജമാഅത്തൊന്ന് ശീലിപ്പിക്കണേ. മക്കളെ കൃത്യമായി സുബഹി നമസ്കരിക്കാമെന്ന് ഉദയം വരെ പരിശുദ്ധമായ ഖുർആൻ ഓതി നിലകൊണ്ടാൽ, ദിക്ർ ചൊല്ലി നിലകൊണ്ടാൽ, അല്ലാഹുവിന്റെ സ്മരണയിലായി കിബിലക്കവുമായി ഒതുവെടുത്തുകൊണ്ട് ഇത്തികാഫിന് നിയ്യത്ത് വെച്ചുകൊണ്ട് ഇമാമിന്റെ വലതുഭാഗത്ത് 1ാമത്തെ സഫിൽ നമസ്കാരത്തിന് സ്ഥാനം പിടിച്ച് നമസ്കാരം കഴിഞ്ഞ് ഉദയം വരെ അനക്കമടങ്ങാതെ ദിക്റിലായി കഴിഞ്ഞു കൂടുന്നവരുണ്ടോ? പരിശുദ്ധമായ ഉംറയുടെ പ്രതിഫലം കിട്ടുമേ ഹബീബായ റസൂലുള്ളാഹി. പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരുന്നത് ഗീബത്ത് പറയാൻ വേണ്ടിയല്ല സഹോദരാ, നമീമത്ത് പറയാനല്ല. അലിമീങ്ങളെ കുറിച്ച്, മുത്തഅല്ലിമീങ്ങളെ കുറിച്ച്, ദീനിന്റെ വാഹകരെ കുറിച്ച്, അവരല്ലാത്തവരെ കുറിച്ച് നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ മുൻപരിൽ നിന്നുകൊണ്ട് പള്ളിയുടെ പുറക്കളത്തിൽ നിന്ന് വാൽ ഹൽക്ക കെട്ടിയിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയാകരുതേ പള്ളിയിൽ നീ വരുന്നത്. സുബഹി കഴിഞ്ഞിട്ട് ഇന്നാലിന്റെ മനുഷ്യന്റെ ചായക്കടയിൽ പോയി നല്ല ഒരു ചായ അടിക്കണമെന്ന ലക്ഷ്യം വെച്ചിട്ട് നീ പോകണ്ട. നീ പോകുന്നത് സുബഹിയുടെ ജമാഅത്ത് ലക്ഷ്യം വെച്ചാകണം. ആ ജമാഅത്ത് കഴിഞ്ഞാൽ ദിക്ർ ചൊല്ലണം. ഉദയം വരെ ദിക്ർ ചൊല്ലി നീ കൂടിയോ, എല്ലാ ദിവസവും ഉംറയുടെ പ്രതിഫലം നിനക്ക് രേഖപ്പെടുത്തുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. സഹോദരിമാർക്കും പറ്റുന്നതാണിത്. വീട്ടിൽ ബാങ്ക് വിളിച്ചു, വേഗം ഒളു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, സുബഹിയുടെ സുന്നത്ത് സുബഹി നിസ്കരിച്ചു. എന്നിട്ട് അവിടെ ഇരിക്കുക, ഉദയം വരെ അങ്ങോട്ടും പോകണ്ട, മുസ്വല അവിടെ ഇരുന്ന് ചായയൊക്കെ പിന്നീട് അവിടെ ഇരുന്നിട്ട് പതുക്കെ ദിക്ർ ചൊല്ലിക്കോ, എഴുന്നേറ്റ് കിടക്കണ്ട. ചില ആൾക്കാരുണ്ട് പള്ളി ദിക്റിലാണ് തസ്ബീഹ് പിടിച്ചു, മുത്തലിങ്ങളുടെ എല്ലാവരും കാണിക്കണം, തസ്ബീഹ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, 10 പേര് കാണണം ഞാൻ വന്നിട്ടുണ്ട് ദിക്ർ ചൊല്ലിയാണ്. അങ്ങനത്തെ കോമണ്ട് ഓടെ കൂടെ പോവുക, തസ്ബീഹ് പിടിച്ചോണ്ട് റോഡിൽ ഇറങ്ങിക്കുക, മൂത്രപ്പുരയുടെ ഭാഗത്ത് വന്നിരിക്കുക, എന്നിട്ട് കഥ പറയുക, എന്നിട്ട് ഉദയം വരെ സമയമാക്കിയിട്ട് ചെല്ലി ഉംറയല്ല എനിക്ക് ഹയവാനെ ഒന്നുമില്ല, ഉമ്മ കറക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കുക, കോഴി കറങ്ങുന്നത്. അങ്ങനത്തെ ആൾക്കാരുണ്ട് പള്ളി. ഒരു വയസ്സിൽ അവിടെ ഇരിക്കും, എങ്ങോട്ടാ പോകുന്നത്, കാലുവേദനയാണോ എന്നാൽ ഒരു കസേര ഇട്ടോട്ടോ കയറി ഇരുന്നോളൂ കിബിലയ്ക്ക് അഭിമുഖമായിട്ട്. അല്ലെ തന്നെ പള്ളി നിറച്ച് കസേരയാണ്. അതൊക്കെ ഒന്ന് പറയേണ്ട വിഷയമാണ് കസേര നിസ്കാരം. കുറെ കാര്യം പറയണം, ഒരുപാട് പേര് അതിന്റെ പുറത്ത്. അല്ലാഹു കാഫിയത്ത് തരട്ടെ. ചെറിയ അസുഖമുള്ളവരും ഇപ്പൊ കസേര ഇട്ടിട്ടായിരിക്കും, ചെറിയ ഒന്നുമില്ല സംഭവം, ചെറിയത് പോയാലും സുജോതിനൊക്കെ ആഫിയത്തുണ്ട്. എന്നാലും കസേര കണ്ടപ്പോൾ രസം, നല്ല കസേര, നല്ല കുഷ്യനൊക്കെ ഉണ്ട്, റാഹത്തായിട്ട് അവിടെ ഇരിക്കാം, സുഖം. നേരെ നിൽക്കാൻ ഒരു മടി, അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഏതാ ഒരു കുഴപ്പമില്ല, റാഹത്തായിട്ട് നിസ്കരിക്കാനൊക്കെ കഴിയും. ചെറിയൊരു സ്ക്രാച്ച് മുട്ടിന്റെ ഇവിടെ, അതുകൊണ്ട് മുട്ട് ഒരു ബുദ്ധിമുട്ട്. അത് ശ്രദ്ധിക്കണതൊക്കെ, മസലൊക്കെ ചോദിക്കണം. കസേര കണ്ടോണ്ട് ചാടിക്കറി ഇരിക്കാൻ നിൽക്കണ്ട, ഉസ്താദുമാരോട് പോയി ചോദിക്കണം, ഉസ്താദ് ഞാൻ കസേര നിൽക്കരിക്കാൻ അർഹനാണ്, എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ്, വിഷയം അല്ലാതൊന്നുമില്ല.
ആരോട് ചോദിക്കുന്നു? കസേര കാണുക, വീട്ടിൽ നിന്ന് വരുമ്പോഴേ ഒരു കസേര തോളത്ത് വെച്ചോണ്ട് വരുന്നത്. ആരും തന്നില്ലെങ്കിൽ നമുക്കുണ്ട് കസേര. അല്ലാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വീട്ടിൽ വരുന്നു. പള്ളികളിൽ മുഴുവൻ കസേരയാണ്. ഈ ഒരു 100 കൊല്ലം അതിനപ്പുറത്തോട്ട് തേക്കേണ്ട, ഒരു 50 കൊല്ലത്തിനപ്പുറം മുഴുവൻ ഇമാമിന് ഉൾപ്പെടെ കസേര ഇട്ട് റാഹത്തായി എല്ലാവർക്കും കസേര. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ശ്രദ്ധിക്കണം, അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. വളരെ ശ്രദ്ധിക്കണേ. നമ്മുടെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് അവസാന സമയം മലക്ക് വന്നുകൊണ്ട് നിന്നോട് ചോദിക്കുമത്രേ, ആദമിന്റെ പൊന്നുമോനെ എന്ത് ചെയ്തടാ, എന്ത് പറ്റി നിനക്ക്, നിന്റെ ആയുസ്സിൽ എന്ത് പറ്റി നിനക്ക്, നിന്റെ ആരോഗ്യമൊക്കെ പോയല്ലോ, നിന്റെ ശരീരത്തെ ഇന്ന് ബലഹീനപ്പെടുത്തിയതെന്താ, എത്ര നന്മ ചെയ്തു, നമസ്കാരം ചിട്ട വെച്ചിട്ടുണ്ടോ? ആകെയുള്ളത് നമുക്ക് നിസ്കാരാണ്. ആ നമസ്കാരം തന്നെ ചിട്ടയുണ്ടോ? ചിന്തിക്ക്. പരിശുദ്ധ റജബാണ്. അള്ളാഹു ഈ മാസത്തിന്റെ പവിത്രത നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. റജബ് മാസത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കണ്ട് വലിയൊരു യാത്ര നടത്തി പടച്ചതമ്പുരാനെ കണ്ട് തിരിച്ചു വരുമ്പോ നബിയുടെ കൈകളിലേക്ക് കൊടുത്ത നമസ്കാരം, ആ നമസ്കാരം എന്ന മഹത്തായ കർമ്മം പോലും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടോ? നമ്മളൊക്കെ നിസ്കാരക്കാരാണ്, ഒക്കെ നിസ്കരിക്കും. സാധാ ഇപ്പൊ വരുന്നവരൊക്കെ നിസ്കാരക്കാരാണ്. പക്ഷെ നമസ്കാരത്തിൽ അശ്രദ്ധയാണ്, അശ്രദ്ധ പുലർത്തുന്നവരാണ്. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നമസ്കാരത്തിൽ കയറില്ല, സൂക്ഷ്മതയില്ല. 2 ഹദീസ് ഓതിയിട്ട് നിർത്താറ്. നല്ലതുപോലെ ശ്രദ്ധിച്ചു. 2 ഹദീസ് ശ്രദ്ധിച്ചു. 11 നിർത്തും. 11 കാലായി 15 മിനിറ്റിനുള്ളിൽ സ്റ്റോപ്പ് ആവും. നല്ലതുപോലെ ശ്രദ്ധിച്ചു. قال رسول الله صلى الله عليه وسلم, حبيب رسول الله صلى الله عليه وسلم ഉറപ്പെടുത്തുകയാണ്, ما من مصل يصلي إلا وملك عن يمينه وملك عن شماله. നമസ്കരിക്കുന്ന ഓരോ നമസ്കാരക്കാരന്റെ വലത്തും ഇടത്തും ഓരോ മലക്കുണ്ടാകുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. റഖീബ് അതീദ് അല്ല, നമസ്കരിക്കുന്നവന് പ്രത്യേകമായി അവന്റെ അമല് കൊണ്ട്. നമസ്കാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശ്രേഷ്ഠമാണ് അമല. കാരണം അള്ളാഹു നേരിട്ട് കൊടുത്ത അമല, മുത്തുനബിയുടെ കൈകളിലേക്ക് നേരിട്ട് ഏൽപ്പിച്ചതാണ്. അതാണ് നിസ്കാരത്തിന് ഇത്ര ശ്രേഷ്ഠത. ഒന്നുമില്ലെങ്കിൽ നിസ്കരിക്കുന്ന ആളാന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, അല്ലേ? അതങ്ങനെയാണ്. കാരണം നിസ്കാരത്തിന് മാത്രമാണ് അത്. നിസ്കരിക്കാത്തവനായിട്ടൊരു ബന്ധം നമുക്കില്ല. അള്ളാഹു നമ്മുടെ സാലിഹ്യങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ആ നമസ്കാരത്തെ സ്വീകരിക്കാൻ അള്ളാഹു വലത്തും ഇടത്തും നിസ്കരിക്കുന്നതിന് നമ്മൾ കൈ കെട്ടുമ്പോൾ ഓരോ മലക്കുണ്ടാവും. അങ്ങനെയാണ് ഹദീസാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫൈദാ അതമ്മ റുകൂഅഹാ വസുജൂദഹാ വൽഖിറാഅത ഫീഹാ. നമസ്കരിക്കുന്നവൻ അവന്റെ ഓതലും അവന്റെ ഖറാഅത്തും അവന്റെ റുകൂഉം അവന്റെ സുജൂദും അവന്റെ ഇഅ്തിദാലും അവന്റെ ഇടയിലുള്ള ഇരുത്തവും എല്ലാം കൃത്യമായി ചൊല്ലേണ്ടത് ചൊല്ലി അനക്കമടങ്ങിയാണ് നമസ്കരിക്കുന്നത് എങ്കിൽ അവന്റെ നമസ്കാരത്തെ ആകാശലോകത്ത് മലക്കുകൾ തന്നെ കൊണ്ടുപോകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വഇല്ലം യുതിമ്മ റുകൂഅഹാ വസുജൂദഹാ വൽഖിറാഅത ഫീഹാ. നമസ്കാരത്തിലുള്ള റുകൂഉ സുജൂദോ ഇഅ്തിദാലോ അവന്റെ ഓതലോ ഒന്നും തന്നെ പരിപൂർണമാക്കാതെ തലകുത്തി മറിഞ്ഞുകൊണ്ട് സ്പീഡിലായി നമസ്കരിക്കുന്നവരെ പരിശുദ്ധ റമദാൻ കടന്നു വരുകയാണ്. ആ റമദാനിലെ തറാവീഹ് നമസ്കാരം ഏറ്റവും നല്ല സ്പീഡിൽ തീരുന്ന പള്ളി നോക്കി ഓടുന്ന ചെറുപ്പക്കാരെ പഠിച്ചു വെക്കണേ. നിന്റെ ഓതലോ നിന്റെ റുകൂഉ നിന്റെ സുജൂദോ ഒന്നും പൂർത്തിയായിട്ടില്ല എങ്കിൽ ഷാഫി മദ്ഹബുകാരല്ലയോ, മല്ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബി ലാ സ്വലാത്ത ലാ. ഫാത്തിഹ സൂറത്ത് ഓതാത്തവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അവന്റെ നമസ്കാരം പരിപൂർണമാകുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ഹദീസല്ലേ ഷാഫി മദ്ഹബിലെ ഉലമാക്കൾ ഓർമ്മപ്പെടുത്തിയത്, പഠിപ്പിച്ചത്. അഥവാ ഇമാമായി നമസ്കരിക്കുന്നവനും മഅ്മൂമായി നമസ്കരിക്കുന്നവനും നിസ്കാരത്തിൽ ഫാത്തിഹ നിർബന്ധമാണ്. ഞാൻ നിസ്കരിക്കുന്ന തറാവീഹാണ്, ഇമാമിന്റെ ഓതൽ മതിയാകുമെന്ന
പറയരുതേ. നീ ശാഫിയ മദ്ഹബുകാരനാണോ, നീ നിർബന്ധമായും ഫാത്തിഹ ഓതണേ. മല്ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബി ലാ സ്വലാത്ത ലാ. എത്രയും പെട്ടെന്ന് നമസ്കാരങ്ങൾ തീർത്തുകൊണ്ട് ഓടുന്നവരെ, മിക്കവരുടെയും നിസ്കാരത്തിൽ ഫാത്തിഹ ഇല്ല. സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി ഒരു പ്രാവശ്യം പോലും പറയുന്നില്ല. സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി സുജൂദിൽ പറയുന്നില്ല. ദിക്റില്ലാത്ത ഓതലില്ലാത്ത നമസ്കാരം കൊണ്ട് നിന്റെ നമസ്കാരം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആ നമസ്കാരത്തെ ഒന്നാം ആകാശത്തേക്ക് മലക്കുകൾ കൊണ്ടുപോകുമ്പോ തുറദ്ദുൽ മലായികത്തു സ്വലാത്തഹു, അവിടെയുള്ള മലക്കുകൾ അവന്റെ നമസ്കാരത്തെ തിരിച്ചയക്കുകയാണ്. ഓതൽ പൂർത്തിയാക്കാത്ത, റുകൂ പൂർത്തിയാക്കാത്ത, ഇഅ്തിദാൽ പൂർത്തിയാക്കാത്ത, സുജൂദ് പൂർത്തിയാക്കാത്ത, അഥവാ നമസ്കാരത്തിൽ തുമൈനീനത്തെന്ന ഫർദിനെ ഗൗനിക്കാത്ത, അനക്കമടങ്ങൽ ശ്രദ്ധിക്കാൻ നമസ്കരിക്കുന്ന യുവാക്കളെ, യുവതികളെ, നമസ്കാരം ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 99% ആളുകളും നമസ്കരിക്കുന്നവരാണ്. പക്ഷേ നമസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. നമസ്കാരത്തിൽ മടിയന്മാരാണ്, അലസന്മാരാണ്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. നമസ്കാരത്തിൽ മടി കാണിക്കുന്നവരെ വൈലെന്ന നരകമാണുള്ളതെന്ന് വിശുദ്ധ ഖുർആൻ. ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹ് വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാ قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا مذبذبين بين ذلك لا إله هؤلاء ولا إله هؤلاء. മുനാഫിക്കീങ്ങളുടെ അടയാളം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞെടുത്തും അല്ലാഹു പറയുകയാണ്, നമസ്കാരത്തിലേക്ക് അവർ നിന്ന് കഴിഞ്ഞാൽ മടിയന്മാരാണ്, അലസന്മാരാണ്. വൈദാ ഖാമൂ ഇലസ്സലാ ഖാമൂ കുസാലാ. ഇത് മുനാഫിക്കിന്റെ അടയാളമാണ്, കപടവിശ്വാസിയുടെ ലക്ഷണമാണ്. ആ കപടവിശ്വാസിക്ക് അല്ലാഹു നൽകുന്നതോ ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ അടിത്തട്ടാണ് മുനാഫിക്കുകൾക്കുള്ളതെന്ന് വിശുദ്ധ ഖുർആൻ. വലൻ തജിദ ലഹും നസീറാ. ഒരാൾ പോലും നിനക്ക് തുണയില്ല, ഒരാൾ പോലും നിനക്ക് സഹായിയായി വർത്തിക്കാനുണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നമസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, സോദരാ, ആ നമസ്കാരത്തെ ഒന്ന് ഗൗനിക്കണേ. ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായിയാണ്, രഹസ്യം സൂക്ഷിക്കുന്ന സഹാബിയാണ്. ഒരു വ്യക്തിയെ കാണുകയാണ്, അന്നഹു റആ റജുല ലാ യുതിമ്മു റുകൂഅ വസ്സുജൂദ, റുകൂഉം സുജൂദും പൂർത്തിയാക്കാതെ തലകുത്തി മറിയുന്ന ഒരു വ്യക്തിയെ കാണുകയാ. ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണേ, ഉമ്മമാരെ ഗൗനിക്കണേ. തലകുത്തി മറിഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന ചെറുപ്പക്കാരൻ നമസ്കാരം കഴിഞ്ഞു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് അവൻ കടന്നു വന്നപ്പോ ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മുൻദുകം തുസല്ലി ഹാദിഹി സലാ, പൊന്നുമോനെ ഈ നമസ്കാരം എത്ര നാളാണ് ചെയ്യുന്നത്? ഉടനെ അവൻ പറയുകയാണ്, മുൻദു 40 സന, 40 വർഷമായി ഞാൻ ഈ രീതിയിലാണ് നമസ്കരിക്കുന്നത്. തലകുത്തി മറിഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന ചെറുപ്പക്കാരനോട് ഹുദൈഫ റളിയല്ലാഹു തആല എത്ര കാലമായി നമസ്കരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ 40 കൊല്ലമായിട്ട് ഈ രീതിയിലാണ് നമസ്കരിക്കുന്നത് എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു മറുപടി നൽകിയപ്പോ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നക ലം തുസല്ലി ഹത്തല്ലാൻ,
നീ ഇതുവരെ നമസ്കരിച്ചിട്ടില്ല. ഈ രീതിയിലാണ് നീ മരിക്കുന്നത് എങ്കിൽ അള്ളാന്റെ റസൂലിന്റെ ചര്യയുടെ മേലല്ലാതെയാണ് നീ മരിക്കുന്നത്. നിന്റെ നമസ്കാരം 40 കൊല്ലമായി നിസ്കരിക്കുന്നത് ഈ ശൈലിയാണ് എങ്കിൽ നിന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. ഈ തലകുത്തി മറിച്ചിലാണോ നീ നിസ്കരിക്കുന്നത്? വല്ലാഹി ഈ നമസ്കാരം അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. അല്ലാഹു കാക്കട്ടെ. ഒരു കാര്യം നമുക്ക് മനസ്സിലായി, നാളെ മുതൽ നല്ല രീതിയിൽ നിസ്കരിക്കണമെന്ന് മനസ്സിലായി. നമ്മുടെ ഇതുവരെയുള്ള നിസ്കാരം പോയെന്ന് മനസ്സിലായി. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. സാരമായി നമുക്ക് തള്ളാൻ പറ്റുന്നതല്ല. കാരണം ആകെ നമ്മുടെ പിടിവള്ളി അതാണ് ഉള്ളത്. ആകെ ഇത്രയും നാളുള്ളത് പള്ളി കൃത്യമായിട്ട് നിസ്കരിക്കുന്നുണ്ടെന്നുള്ളൊരിതാണ്. അത് തന്നെ സ്പീഡിൽ നമസ്കരിക്കുന്നവർ, റവാത്തിബ് സുന്നത്തുകൾ പരിഗണിക്കാത്ത എത്ര ആളുകളുണ്ട്. നേരത്തെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്, പക്ഷെ സുന്നത്ത് നിസ്കരിക്കൂല. അങ്ങനത്തെ കുറെ ആളുകൾ. അഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. മരിക്കാൻ കിടക്കുന്നവന്റെ അടുക്കലേക്ക് മലക്ക്